പ്രിൻറ്റു മഹാദേവ 2023 ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ തന്നെ നടത്തിയ തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അന്നതിൽ കാര്യക്ഷമമായി ഇടപെടേണ്ടിയിരുന്ന സെബി തുടർന്ന മൗനത്തിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. സെബിക്ക് ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയാതിരുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്നയാൾ ഇതേ അദാനിയുടെ നിഴൽ കമ്പനികളിൽ ഷെയറുള്ള ആളായതുകൊണ്ടാണ് എന്ന് ഹിൻഡൻബർഗ് ഇപ്പോൾ പറയുന്നു. നോക്കൂ, അത് വാസ്തവമെങ്കിൽ ഈ രാജ്യത്തെ സമ്പദ്ഘടനയെ ആകെ ബാധിക്കുന്ന വിഷയമാണിത്. ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്ന് 24 മണിക്കൂറിന് ശേഷവും ആ വിഷയത്തിൽ ഒരു നിലപാട് പറയേണ്ട കേന്ദ്ര സർക്കാർ മൗനം തുടരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് നടത്തുന്ന ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഈ അദാനിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സെബി യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് അതിനുശേഷം പറയാം. ഒന്നാമത്തെ കാര്യം, ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ആഗോള വിദേശ ശക്തികളുടെ കയ്യിലെ ഒരു പാവയാണ്. സ്വാഭാവികമായിട്ട് ഈ രാജ്യം സുസ്ഥിരമായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ്, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിലെ ഇന്ത്യൻ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സുസ്ഥിരമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ലോകത്തിൽ തന്നെ ആഗോളതലത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ, ഇപ്പൊ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, സിംഗപ്പൂർ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, നിക്കി, ജപ്പാന്റെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ള നിക്കി ആയിക്കോട്ടെ, ഇത് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് സുസ്ഥിരമായിട്ട് 10 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് നമ്മളുടെ ഹിൻഡൻബർഗിന്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമം കാണിച്ചു. ആ കൃത്രിമം കാണിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രത്യാഘാതങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കരകയറിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിൻഡൻബർഗ് അദാനിയിലൂടെ ലക്ഷ്യമാക്കിയത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കുക എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയാണ്. എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമായതുകൊണ്ട് തന്നെ അതിനെ വളരെയധികം പിന്തുണ കൊടുക്കുന്ന ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. വാദം അത് പൊളിറ്റിക്കലാണ്. നമുക്കെങ്കിൽ ആ തരത്തിൽ തന്നെ ഈ കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമതായി അങ്ങ് പറയുന്നു സെബി ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ അന്ന് നടത്തിയതാണ് എന്ന്. അത് തന്നെ വാസ്തവ വിരുദ്ധമാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് വന്ന പല ഘട്ടത്തിലും കൃത്യമായ സമയം കൊടുത്താണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സെബി അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞത്. അത് എത്ര തവണ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതൊന്ന്. രണ്ടാമത്തെ തവണ ഈ വിഷയത്തിൽ സെബി കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് സുപ്രീം കോടതി തന്നെ ആ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി പറഞ്ഞതാണ്. 2. ഇനി അടുത്ത കാര്യം, സെബിയിലൂടെയും മാധവി ബുച്ചിലൂടെയും അദാനിയിലൂടെയൊക്കെ വിദേശ ശക്തികൾ ഇന്ത്യയെ ഈ നിലയിൽ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രിൻറ്റു മഹാദേവിന്റെ വാദം. നോക്കൂ, അതൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അതിന്റെ വസ്തുതയിലേക്ക് നമ്മൾ വരുമ്പോൾ മാധവി ബുച്ചിനെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ലല്ലോ ഹിൻഡൻബർഗ് ചെയ്യുന്നത്. 2015 മുതൽ 2017 വരെയുള്ള കാലയളവിൽ അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ കൃത്യമായി മാധവി ബുച്ചും അവരുടെ ഭർത്താവും നിക്ഷേപം നടത്തിയതിന്റെ രേഖകൾ ഹിൻഡൻബർഗ് പുറത്തുവിടുന്നുണ്ട്. അതിനുശേഷം ഈ കമ്പനികൾ അദാനി ഗ്രൂപ്പിന്റെ വലിയ ഓഹരികൾ വാങ്ങുകയും ഓഹരി വിപണിയിൽ വലിയ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യുന്നു. അതാണല്ലോ ഹിൻഡൻബർഗിന്റെ ആദ്യത്തെ ആക്ഷേപം. ഇനി അതും പോരാഞ്ഞിട്ട് സെബിയുടെ ചുമതലയിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായി, സെബിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നതിന് മുൻപായി തന്നെ മാധവി ബുച്ച് എന്താണ് ചെയ്യുന്നത്? ഈ അദാനിയുമായി ബന്ധപ്പെട്ട ഓഹരി വാങ്ങിയിട്ടുള്ളതിന്റെ വിവരങ്ങൾ, നിക്ഷേപം നടത്തിയിട്ടുള്ളതിന്റെ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇതൊക്കെയും ഭർത്താവിന്റെ പേരിലേക്ക് മാത്രമാക്കി മാറ്റാൻ വേണ്ടി ഒരു ഇമെയിൽ സന്ദേശം അയച്ചു ഒരു റിക്വസ്റ്റ് കൊടുക്കുക കൂടി ചെയ്യുന്നു. അതുകൂടി പുറത്തുവിടുന്നുണ്ട് ഹിൻഡൻബർഗ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഹിൻഡൻബർഗിന്റെ ഗൂഢാലോചനയാകുന്നത്? അല്ല, തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചല്ലോ. ആ സമിതി നിയോഗിച്ചതിൽ കൃത്യമായിട്ട് ഈ ഹിൻഡൻബർഗിന്റെ അജണ്ടയെ കുറിച്ച് കൃത്യമായിട്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ജൂലൈ 17-ാം തീയതിയാണ് ഈ അദാനിക്കെതിരെയുള്ള കൃത്രിമ റിപ്പോർട്ടിന്റെ പേരിലുള്ള നോട്ടീസ് ഹിൻഡൻബർഗിന് അയക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണം ഹിൻഡൻബർഗ് ഉന്നയിക്കുന്നത്. അതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓഹരിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഹിൻഡൻബർഗിന്റെ ഈ ഇത്തരത്തിലുള്ള സെബിയുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗിന് ഇത്രയും കാര്യങ്ങൾ അവർ അറിയുമായിരുന്നെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കേണ്ടതല്ലേ? പ്രിൻറ്റു മഹാദേവ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതി അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് തന്നെ വരുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചില വാദങ്ങളുണ്ടല്ലോ കോടതിയുമായി ബന്ധപ്പെട്ട് ഈ അദാനിയുടെ വിഷയത്തിൽ, അതിന്റെ ആധാരം തന്നെ സെബിയുടെ റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അതിനെ വിശ്വസിച്ചു. കാരണം എന്താണ്? ഇപ്പോൾ ഇന്ത്യയുടെ കറൻസിയുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് എടുക്കുന്ന അതേ റോളാണ് ഓഹരി വിപണിയിൽ സെബി എന്ന
സ്ഥാപനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ സെബി പറഞ്ഞ കാര്യങ്ങൾ പൊതുജനങ്ങളൊക്കെ വിശ്വസിച്ചു. പക്ഷേ ഈ സെബി നടത്തിയ അന്വേഷണത്തെ സംശയത്തിന്റെ നിഴലിൽ ഇപ്പോൾ നമ്മൾ നിർത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സെബിയുടെ തലപ്പത്തിരിക്കുന്നത് ഈ മാധവി ബുച്ചാണ്. ഈ മാധവി ബുച്ചിന് അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടായിരുന്നു. ആ വാദം പ്രിന്റു മഹാദേവ് തള്ളുന്നുണ്ടോ? അത് കെട്ടിച്ചമച്ച വാദമാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയാം, സ്വാഭാവികമായിട്ട് ഈ മാധവി ബുജിന് സ്വാഭാവികമായിട്ടും അദാനിയുടെ കമ്പനിയിൽ ഓഹരി ഉള്ളതിൽ നാം സംശയിക്കേണ്ട. അവർ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വകാര്യ മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സെബിയുടെ ഹെഡിലേക്ക് വരുന്നത്. പക്ഷെ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിലേക്ക് വരാം. അങ്ങനെ സ്വകാര്യ മേഖലയിൽ നിന്ന് വന്ന മാധവി ബുച്ച് അദാനിയുടെ ഏതെങ്കിലും കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല എന്നാണോ പ്രിന്റു പറയുന്നത്? അങ്ങനെയല്ല. ഈ നിഴൽ കമ്പനികളിൽ അദ്ദേഹം സ്വകാര്യ നിക്ഷേപം നടത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിനകത്ത് കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൊടുത്ത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുപേരുകളും ഓഹരി സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ അവൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ നിഴൽ കമ്പനി എന്ന് പറഞ്ഞാൽ കടലാസ് കമ്പനി എന്നാണ് അർത്ഥം, നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. അപ്പോൾ ഈ കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ മാധവി ബുച്ചിന് വെക്കാൻ സാധിക്കുക? ഒന്ന്, ഇനി എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് മാധവി ബുച്ച് പറയുകയാണെങ്കിൽ ആ അക്കൗണ്ട് അല്ലേ ഭർത്താവിന്റെ പേരിലേക്ക്, അതൊരു ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു ആദ്യം. ആ ജോയിന്റ് അക്കൗണ്ട് സെബിയുടെ ചുമതലയിലേക്ക് വരുമ്പോൾ ഭർത്താവിന്റെ പേരിലേക്ക് മാത്രം മാറ്റണം എന്ന് കാണിച്ചാണല്ലോ ഇവർ ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതല്ലേ വാസ്തവം? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അദാനിയുടെ ഈ കടലാസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഷെയർ ഓഹരികളും ഈ ഭർത്താവിനും ഇവരുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അവരുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച്, ഓഹരി വിപണിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് അദാനിയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കാനുള്ള ശ്രമമാണ് ഹിഡൻബർഗ് നടത്തിയത്. അതിനുശേഷം 2024 നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ അദാനിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാർക്കറ്റ് തകരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, പ്രിന്റു പറയുന്നു, ഇന്നിപ്പോൾ മാധവി ബുച്ച് പറയുകയാണ്, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, എനിക്ക് അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളിൽ ഷെയർ ഇല്ല എന്ന് മാധവി ബുച്ച് പറഞ്ഞത് കൊണ്ട് ഉള്ളത് ഇല്ലാതാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് അക്കൗണ്ടാണ്? ജോയിന്റ് അക്കൗണ്ട് ഭർത്താവിന്റെ പേരിലേക്ക് മാത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മാധവി ബുച്ചും ഭർത്താവും ഇമെയിൽ അയച്ചത്. ആ ഇമെയിൽ കൂടി ഹിൻഡൻബർഗ് പുറത്തുവിടുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറയട്ടെ. ഒന്ന്, ഈ ഹിഡൻബർഗുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അവർ ലക്ഷ്യം വെച്ചത് അദാനിയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കാരണം അന്ന് അദാനിയുമായി ബന്ധപ്പെട്ട് വിവാദം ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് വന്നു. പക്ഷെ 6 മാസം കൊണ്ട് ഇന്ത്യൻ വിപണി കുതിച്ചുയർന്നു. ഈ 2024 ജൂലൈ 17 സെൻസെക്സ് 81,000 റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് ഇന്ത്യൻ വിപണി കുതിച്ചുയർന്നത്. അപ്പൊ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ തകർന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹിഡൻബർഗിന്റെ പെട്ടെന്നുള്ള ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ വിപണിയും അദാനിയും തകർക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് പ്രിന്റു? ഉണ്ട്. സുപ്രീം കോടതി നിരീക്ഷിച്ച കമ്മിറ്റി കൃത്യമായി പറഞ്ഞത് ഷോർട്ട് സെല്ലേഴ്സ് ആണ്. വ്യാപാര താല്പര്യമുള്ള ഒരു സംവിധാനമാണ് ഹിഡൻബർഗ് റിസർച്ച്. ആ ഹിഡൻബർഗ് റിസർച്ച് അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹിൻഡൻബർഗ് ഇന്ത്യയിലെ കമ്പനികൾക്കെതിരെ മാത്രമോ അദാനിക്കെതിരെ മാത്രമോ അല്ലല്ലോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചൈനയിലും, എന്തിനായി ഹിൻഡൻബർഗ് ഉള്ളത് അമേരിക്കയിലാണ്, അവിടുത്തെ കമ്പനികൾക്കെതിരെ വരെ അവിടുത്തെ കോടതികൾ, ബാക്കിയൊക്കെ പോട്ടെ, ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പോട്ടെ, അവിടുത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ പോട്ടെ, അവിടുത്തെ കോടതികൾ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഹിൻഡൻബർഗ് എന്നുള്ള ആക്ഷേപം എത്ര കണ്ട് നിലനിൽക്കും പ്രിന്റു? അല്ല, തീർച്ചയായും. അത് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ചൈനയിൽ അടക്കമുള്ള സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത്. അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവരുടെ സ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തുക എന്നതാണ് അവരുടെ ബൈലൈനിൽ തന്നെയുള്ള കാര്യം. അതാണ് അവർ ഇപ്പോൾ ചെയ്യുന്നതും. അല്ല, നമ്മൾ സുപ്രീം കോടതിയുടെ സമിതിയുടെ റിപ്പോർട്ടിനകത്ത് സുപ്രീം കോടതി അംഗീകരിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ പറയുന്ന കമ്പനിക്ക് സ്ഥാപിതമായ താല്പര്യമുണ്ട്, ഷോർട്ട് സെല്ലേഴ്സ് ആണ്. സ്വാഭാവികമായിട്ട് ആഗോള തലത്തിലുള്ള വിപണികൾ ഇടപെട്ടുകൊണ്ട് ഓഹരി വിപണിയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഒരു മിനിറ്റ്, എനിക്ക് മറ്റു അതിഥികളിലേക്ക് കൂടി പോകണമെങ്കിലും അതിലൊരു വ്യക്തത വരുത്തിയിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിന്റു പറയുന്നു ഹിൻഡൻബർഗിന്റേത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഒരു ഡേറ്റയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ശരി, അത് സുപ്രീം കോടതി മുൻപ് പറഞ്ഞ ചില വസ്തുതകൾ, ചില പോയിന്റുകൾ പ്രിന്റു അതിന് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോഴും ഹിൻഡൻബർഗ് പുറത്തുവിട്ട രേഖകൾ അത് നമ്മുടെ മുന്നിൽ വസ്തുതകളായി ഉണ്ട്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. സെബിയുടെ ചെയർപേഴ്സണ് ഇത്തരത്തിൽ ഈ ഓഹരി വിപണിയിലെ കമ്പനികളുമായി ബന്ധമുണ്ട് എന്നുള്ളത്
സെബിയുടെ തന്നെ നിയമമുണ്ട്. 1992 സെബി ആക്ടിലെ ജനറൽ പ്രിൻസിപ്പിൾ സെക്ഷൻ 3 പറയുന്നത് എ മെമ്പർ ഷാൾ നോട്ട് എക്സ്പ്ലോയിറ്റ് ഹിസ് പേഴ്സണൽ അഡ്വാൻറ്റേജ് എനി പേഴ്സണൽ ഓർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ഓർ എനി എംപ്ലോയീസ് ഓഫ് സച്ച് എൻറ്റിറ്റീസ് എന്നാണ്. അതായത് ഈ സെബിയുടെ ആക്ടിന് തന്നെ വിരുദ്ധമായാണ് സെബിയുടെ ചെയർപേഴ്സൺ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണ്ടേ? ഹിൻഡൻബർഗിന്റെ താല്പര്യം രണ്ടാമത്തെ വിഷയമല്ലേ? അല്ല, അങ്ങനെയല്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വനിതയാണ് അവർ. സ്വാഭാവികമായിട്ട് അവർ, നിങ്ങൾ പറയാം, 2017 അവരുടെ മുഴുവൻ സ്വത്ത്, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം അദ്ദേഹത്തിന്റെ ഭർത്താവിലേക്ക് നിങ്ങൾ മാറ്റിയത് നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു. അല്ല പ്രിന്റ്, ഇത് ആരോടാണ് ഇത് പറയുന്നത്? സെബിയുടെ ബൈലോയിൽ ഇങ്ങനെ ഒരു കാര്യമുള്ളപ്പോൾ സെബിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്വത്തെല്ലാം ജോയിന്റ് അക്കൗണ്ട് ഭർത്താവിന്റെ പേരിലേക്ക് മാത്രമാക്കി മാറ്റി. മറ്റേതോ സിനിമയിൽ പറയുമല്ലോ, ഇപ്പോൾ ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ അല്ലേ എന്ന തരത്തിലുള്ള ഏർപ്പാടാണിത്. ആരെയാണ് ഇത് പറ്റിക്കുന്നത് പ്രിന്റു മഹാദേവ്? അങ്ങനെയല്ലല്ലോ. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട, സെബിയുമായി ബന്ധപ്പെട്ട നിയമത്തെ കൃത്യമായി പാലിച്ചത് കൊണ്ടാണല്ലോ അവർ ഇതിന്റെ ഹെഡായിട്ട് മാറിയിട്ടുള്ളത്. ശരി, ആ വാദമാണ് പ്രിന്റു മഹാദേവ് ഉയർത്തുന്നത്.